ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവന് ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നീൻ. പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നീൻ. പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നീൻ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്ക് ഇത് ഭാഗവത കീർത്തനം ചൊല്ലാം. ജയ അനിൽ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ കണ്ടു ചൊല്ലാമല്ലോ എന്ന്. ആദ്യമേ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ അങ്ങ് ചൊല്ലാം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഭഗവാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറയാം. അല്ലാതെ സത്രേ സമയം ഇതിനകത്തുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ഇത് ചെല്ലത്തുള്ളൂ. ഞാൻ തമിഴിലിടാം. എൻ്റെ കൊച്ച് ചെറുക്കനെ എനിക്ക് അത് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. അവൻ എനിക്ക് പറഞ്ഞൊക്കെ തന്നെങ്കിൽ അവനങ്ങ് പോയി. അവൻ സ്കൂളിലൊക്കെ പോകാൻ ട്യൂഷൻ പോകാൻ ഇവിടെ നിൽക്കത്തില്ല. പകലൊന്നും എനിക്ക് കിട്ടത്തില്ല അവന്. എന്നാലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചൊല്ലാം. മക്കൾ പറഞ്ഞില്ലേ കണ്ടു ചൊല്ലണമെന്ന്, കുറച്ചിങ്ങനെ ചൊല്ലാം. ഭഗവാനെ സർവീശ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്ത്. ഒരുപാട് മക്കൾക്ക് അസുഖങ്ങളൊക്കെ ലോകമേ ഉണ്ട്. അങ്ങനെ ഉള്ളവരുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഭഗവാനെ എല്ലാവർക്കും മാറ്റി കൊടുക്കണമേ. ഭക്തമക്കൾ ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും ഇപ്പം തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ജില്ലകളിലും വരുന്നത്, എന്തെല്ലാം വിഷമങ്ങളാ. അക്കണക്കിന് നമുക്കൊക്കെ ഭഗവാൻ ഒന്നും വിഷമിക്കുന്നില്ലെന്ന് പറയാമല്ലോ. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാലും നമുക്ക് വലിയ വലിയ ആപത്തുകളൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നിർമ്മല പവിത്രന് കണ്ണിനൊക്കെ അസുഖമുണ്ട്. ആ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്താണെന്നറിയില്ല, ഇന്ന് കമൻസ് ഒന്നും വന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തതും ഇല്ല. എന്തായാലും വയ്യ കിടക്കുവാണോ, കണ്ണിന് വയ്യെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും നമസ്കാരം മക്കളെ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ പരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും. മരണം വരുമിനിയെന്നു നിനഞ്ചിയ മരുവുക സതതം. നാരായണ ജയ. കാണുന്നു ചിലർ പലതുമുപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ. നാരായണ ജയ. കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ. കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത. നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭ അശുഭ കർമ്മം മേലിൽ സുഖ ദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ? നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിടകിണ്ട വന്നാൽ യമഭടർ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും വിവേകത്തോടുകൂടി അരനിമിഷം പോലും കളയാതെ, എന്താ കാരണം, എപ്പോഴും മരണം വരുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് എത്ര കുഞ്ഞുങ്ങളും എല്ലാം അവരറിഞ്ഞോ, അവർ ചിന്തിച്ചോ? അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, എപ്പോഴും ചിന്ത വേണം. മരണത്തിനകത്ത് മാത്രം വേറൊന്നും നമുക്ക് ഈ ലോകത്ത് ചിന്തിക്കാനില്ല. അതൊക്കെ വന്നവർക്ക് വരട്ടെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ അല്പം വിഷമങ്ങളും വേദനകളും ഭഗവാനെ എപ്പോഴാ ദുരിതങ്ങൾ വരുന്നതെന്ന് അറിയില്ലല്ലോ. ഭഗവാനെ കാത്തോളണേ കാത്തോളണേ. മരണവും ദുഃഖങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നു
ഓർക്കാപ്പുറത്ത് വരുന്നു ഭഗവാനെ, അങ്ങനെ ഒരു വിവേകം നമ്മുടെ ഉള്ളിൽ വേണമെന്നാണ് ഇതിൽ പറയുന്നത്. മരണം വരുമിനി എന്ന് നനച്ചുക, അങ്ങനെ നനച്ചുകൊണ്ടിരിക്കണം. മരുവുക, അങ്ങനെ ഓർത്ത് സതതം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണമെന്നാണ് ഇതിൽ ആദ്യത്തെ ഖണ്ഡികയിൽ. രണ്ടാമത്തെ കാണുന്നു ചിലർ പല പല ഉപായങ്ങൾ നോക്കുന്നു മരിക്കാതിരിക്കാൻ. പക്ഷേ ഒരു രക്ഷയില്ല, മരണം തന്നെ വന്നുകൊണ്ട് പോകും. അതിന് ഒരു ഒഴിവുകഴിവും ഇല്ല. എത്ര നൂറ്റാണ്ടിനകത്ത് ഒരു 100 അങ്ങേറ്റം പോയാൽ 120 പുരുഷായുസ്. ഇപ്പം 100ന് പുറത്തോട്ട് പോകുന്ന അനാദിയായിട്ട്. എന്നാലും നമുക്കിപ്പോൾ 30, 40, 50, 70, 80 ഇങ്ങനെയൊക്കെ പല പല രീതിയിലാണ്. അതുകൊണ്ട് അതും നമുക്ക് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഒരു ഉപായവും പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഭഗവാനെ നാരായണ ജയ, ജയിച്ചാലും കിമപി വിചാരിച്ചിടൽ മാനുഷജന്മന് വേണം മുക്തി വരേണ്ട. മനുഷ്യർക്ക് മാത്രമേ മുക്തി എന്നുള്ളൊരു കാര്യമുള്ളൂ. ബാക്കി കൃമിജന്മത്തിലും എളുതായി വരുമേ. എന്താ വിഷയസുഖം എല്ലാ ജീവജാലങ്ങൾക്കുണ്ട്. ഉറക്കവും ആഹാരം കഴിപ്പും എല്ലാ ഭോഗസുഖങ്ങളും മനുഷ്യർക്ക് എന്തൊക്കെയാണ് ഉള്ളത്, വീടും കൂടും ഭാര്യയും ഭർത്താവും എല്ലാം സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം, കൃമിക്കും കീടത്തിനും മൃഗത്തിനും ഒക്കെ പക്ഷിക്കൊക്കെ ഉണ്ട്. എന്താ അവർക്കില്ലാത്ത ഒന്ന് മനുഷ്യർക്കുള്ളത്? മുക്തി, മോക്ഷം, കൈവല്യം. അതാണ് മനുഷ്യർക്ക് മാത്രമുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? ആ സമയം നമ്മൾ ഒരു ജന്മം കിട്ടുന്നത് പിന്നെ കൃമികീടമായിട്ട് പോകാൻ അനുവദിക്കരുത്. നമുക്ക് കൈവല്യം വേണമെങ്കിൽ സൽപ്രവർത്തികളും ഈശ്വരാരാധനകളും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ, ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മമെങ്കിലും അതിൻ്റെ ബാക്കി കടന്ന് നമ്മൾ കൊണ്ടുപോകും. അതല്ല ഈ ജന്മത്തിൽ നമ്മൾ വേണ്ടാത്ത വേലയ്ക്ക് പോയാൽ നമ്മൾ കൃമിയും കീടമായി അടുത്ത ജന്മം ജനിച്ചു പോകും. അപ്പോൾ എന്ത് വരും? പിന്നെ മനുഷ്യജന്മം എടുക്കാൻ എന്ത് പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരം പാഴിക്കളയാതെ എപ്പോഴും ഈ ലോക ചിന്തകൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഒരേ ഒരു നന്മ, കൈവല്യപ്രാപ്തി മനുഷ്യർക്ക് മാത്രമേ ഉള്ളെന്ന് കരുതി നമ്മൾ വേല ചെയ്യണം. സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഈശ്വരാരാധന ചെയ്യുകയും ഭഗവാനിൽ ചേരാൻ ശ്രമിക്കുകയും ചെയ്യണം. കൊണ്ടുപോകാനുള്ളത് അത് മാത്രമേ ഉള്ളൂ, കൈവല്യം, മോക്ഷം. അതായത് ചൈതന്യമൂർത്തിയായിരിക്കുന്ന പരമാത്മാവിൽ ലയിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ദോഷകർമ്മങ്ങളാണ് ചെയ്ത് ജീവിക്കുന്നെങ്കിൽ, ഈശ്വരനെ അറിയാതെ ജീവിക്കുകയാണെങ്കിൽ നമ്മളും മറ്റ് കൃമികളായിട്ടുള്ള എന്താ വ്യത്യാസം? അതും ഇതുമെല്ലാം ഒന്നായി പോകത്തില്ലേ? കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിന് കാരണം. നമുക്ക് വരും ജന്മങ്ങളിൽ സുഖദുഃഖം വരണമെന്ന്, സുഖമാണോ ദുഃഖമാണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കണം. സുഖം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ചെയ്യണം. അതല്ല നമുക്ക് ദുഃഖത്തിന് കാരണം ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു ജന്മം, ഈ ജന്മം മോക്ഷം കിട്ടത്തില്ലല്ലോ. എന്താ? അതിനുവേണ്ട കർമ്മം ചെയ്തില്ലെങ്കിൽ നമുക്ക് അറിയാം നമുക്ക് മോക്ഷം കിട്ടത്തില്ലെന്ന്. നമ്മുടെ കർമ്മഫലം നമുക്ക് അറിയാം. നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതാണ്, നമുക്ക് അതെല്ലാം കിട്ടേണ്ട അവസരം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് മോക്ഷമാണോ അതോ നമുക്ക് അല്ലാത്തതാണോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. നമ്മുടെ പ്രവൃത്തി പോലെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് സുഖം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുഖം ഒരു ദുഃഖം കൂടാതെ ഒരുവനുമുണ്ട്. എല്ലാവർക്കും സുഖദുഃഖങ്ങളോട് തന്നെയാണ് ജീവിതം. പക്ഷേ നമുക്ക് വരും ജന്മങ്ങളിൽ ഈശ്വരനേക്ക് ചേരാനെങ്കിലും നമ്മൾ ഈ ജന്മം നല്ല സൽപ്രവൃത്തികളും സൽക്കർമ്മങ്ങളും ചെയ്ത് ഭഗവാനെ ആരാധിച്ചാൽ അടുത്ത ജന്മമെങ്കിലും നന്മയായിട്ട് ജീവിക്കുകയും ചെയ്യാം, പരമാത്മാവിൽ ചേരുകയും ചെയ്യാം. ഒരു ജന്മം കൊണ്ട് കിട്ടിയെങ്കിൽ അടുത്ത ജന്മം കൊണ്ടെങ്കിലും കിട്ടും. പക്ഷേ നമ്മൾ മനുഷ്യജന്മം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ജന്മം നല്ല പ്രവൃത്തി ചെയ്തെങ്കിലേ അടുത്ത ജന്മം മനുഷ്യനായിട്ട് തന്നെ വരാൻ പറ്റത്തുള്ളൂ. മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ വേറെ ജന്മങ്ങൾ ജനിച്ചാൽ പറ്റത്തില്ല. അപ്പം അതിഭയങ്കരമായ ബുദ്ധിശക്തിയൊക്കെ സ്നേഹമൊക്കെ നായ്ക്കുണ്ടെങ്കിലും മോക്ഷത്തിനുള്ള അവകാശം അവർക്കില്ലല്ലോ. ഇപ്പോൾ അമ്പലങ്ങളിലെല്ലാം ഈ നായയൊക്കെ വെച്ച് പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൊള്ളാം. അവർക്ക് മോക്ഷം എന്ന് പറയുന്ന സംഗതി ഒരു ജന്മം അവരിത്ര നന്മ ചെയ്യുന്നുണ്ട്. ആ നല്ല നായ്ക്കളായിരിക്കും അവർക്ക് ചിലപ്പം വരും ജന്മങ്ങൾ മനുഷ്യജന്മം എടുക്കാം നമ്മളെക്കാളും. കാരണം അവരുടെ നന്മ പ്രവൃത്തിയുണ്ട്. അങ്ങനെയാണ് എത്രയോ നല്ല നല്ല ബുദ്ധിയുള്ള സ്നേഹമുള്ള നായ്ക്കളും മറ്റ് മൃഗങ്ങളുണ്ട്. അങ്ങനെയുള്ള മൃഗങ്ങളാണ് അടുത്ത ജന്മങ്ങളിൽ ജനിക്കുമ്പോൾ അവർ മനുഷ്യനായി വരുന്നത്. നമ്മൾ കഴിഞ്ഞ ജന്മം എന്തോ നല്ല പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായിരിക്കും മൃഗങ്ങൾ അങ്ങനെ ആയിരിക്കും. അത് നല്ല സ്നേഹമുള്ള എങ്കിലും ആയിട്ടാവാം നമ്മൾ മനുഷ്യജന്മം കിട്ടിയത്. നമ്മൾ മൃഗങ്ങളെക്കാളും കഷ്ടപ്പെട്ട ജീവിതത്തിലാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ അടുത്ത ജന്മം നമ്മൾ മനുഷ്യനായിട്ട് വരണമെന്നുള്ള ഉറപ്പുണ്ടോ? ഒരിക്കലും വരത്തില്ല. വെറും നികൃഷ്ടമായി തന്നെ പോകേണ്ടി വരും. നമുക്കതുകൊണ്ട് ഇനി ബാക്കി വായിക്കാം, ഭാഗവത പാരായണം ചെയ്യാം. നമ്മൾ ഭഗവാൻ അവതരിച്ച് വ്രജത്തിൽ നന്ദഗോപുരടുക്കലാണ് ഭഗവാൻ വളരുന്നത്. അവിടെ അവതരിച്ചതുകൊണ്ട് അവിടെ ഭൂമിയെല്ലാം നന്നായി ശോഭിച്ച് വിളങ്ങി സർവ്വസമ്പൽ സമൃദ്ധികര. കാരണം ഭഗവാന്റെ കൂടെ ഇന്ദിരാദേവി കൂടെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലാം ആനന്ദകരമായി നിന്ന് വിളങ്ങിനാൾ ഇന്ദിരാദേവി താൻ എന്നതുകൊണ്ട്
ഭൂലോക നിവാസികൾ സർവസമ്പൽ സമൃദ്ധികരായി മേവിനാർ. സർവര് ഏറ്റം വിളങ്ങിനാൾ ഭൂമിയും. നന്നായി ഭൂമിയൊക്കെ വിളങ്ങി, എല്ലാ സമ്പൽ സമൃദ്ധികരമായി ഉണ്ടായി. സസ്യങ്ങളും എല്ലാം, പശുക്കൾക്ക് വേണ്ടുന്ന പുല്ലുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്കും എല്ലാം ഉണ്ടായി. അതായത് ഭൂമിയിൽ ഈശ്വരൻ ഭഗവാൻ കണ്ണൻ അവതരിച്ചപ്പോൾ ദേവി കൂടെ ഉണ്ടല്ലോ, ഭഗവാന്റെ ദേവി ഇന്ദിര. അക്കാലം അബ്ദങ്ങൾ തോറും പ്രസാദിച്ചു തൽക്കുല അൻപോടു രക്ഷിച്ചു കൊള്ളുവാൻ മുഷ്കരനാകിയ കംസന് താൻ മുതാ സൽക്കരിച്ചിടും തിറ കൊടുത്തിടുവാൻ ചെറ്റിനി. വൈകരുതിക്കാലമെന്നക ഉറ്റനുചാരകന്മാരെ വിളിച്ചിഹ. കാരണം ഇവിടെ തിറ, അത് കരം കൊടുക്കുന്നതിന് കംസനെടുക്കാനാണ് രാജാവ് അയാളാ. അതുകൊണ്ട് നന്ദഗോപർക്ക് കരം കൊടുക്കാൻ പോകണം. അതുകൊണ്ട് അനുചാരകന്മാരെയൊക്കെ വിളിച്ച് ഇവിടെ നിൽപ്പിന് ഇവിടെ നിൽക്കണം. ആപത്തുകൾ നീയെ മൽപ്രജാവൃന്ദത്തെയും പുരി തന്നെയും പത്നിയെയും സഖിമാരെയും എന്നുടെ പുത്രനെയും വയസ്സരെയും മുതാ രക്ഷിച്ചു കൊള്ളുകയെന്ന് യാത്രയൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് പോയി വരികയാണെന്ന് പറഞ്ഞ് അനുചാരനെയൊക്കെ വിളിച്ച് നിർത്തി. അനുചരന്മാരെന്ന് വെച്ചാൽ അവിടെ ഉള്ള നോക്കുന്നവരാരെങ്കിലും അവരൊക്കെ വിളിച്ച് ഇരുത്തിയിട്ട് ഈ കുട്ടികൾ കുഞ്ഞ് കണ്ണനൊക്കെ തന്നെയല്ലേ ഉള്ളു. രോഹിണിയുടെ അടുക്കൽ ആരാ ഉള്ളേ? ബലരാമൻ, അതും കുട്ടിയാണല്ലോ. അപ്പോൾ അവർ ഈ പത്നിയായ യശോദയെ സഹിമാരെയൊക്കെ കാത്തുകൊള്ളെന്നൊക്കെ പറഞ്ഞ് അനുചാരകന്മാരൊക്കെ വിളിച്ചവിടെ ഇരുത്തിയിട്ട് ഇയാളിവിടെ പോയി കംസനടുക്കലേക്ക് പോയി തിറ, അതായത് കരം കൊടുക്കാൻ. രക്ഷിച്ചു കൊള്ളുകെന്ന് യാത്രയും ചൊല്ലി അങ്ങക്ഷണം ചെന്നു ഉഗ്രസേനജനാകിയ ഭൂവനെ, അതായത് കംസനെ കണ്ടു തൊഴുതു തനിക്കൊരു താപം ഏതും ഭവിയാതെ തരം തരം പാലിച്ചു കൊള്ളുക എന്നർത്ഥിച്ചു യാചിച്ചു. ചാലേ തിറയും കൊടുത്തു. അയാൾക്ക് തിറയെന്ന് വെച്ചാൽ കരം കൊടുക്കുന്ന, നമ്മളൊക്കെ കരം കൊടുക്കുമെന്ന് പറയും. ഭൂമിയുടെ കരമോ എന്ന് ചെയ്യില്ലോ, എന്തൊക്കെയാ പശുകൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ അംശങ്ങൾ കൊടുക്കണമല്ലോ. എന്തായാലും കൃഷിയുടെ അംശം കൊടുക്കണമല്ലോ. അങ്ങനെ ചാലേ തിറയും കൊടുത്ത് വൈകാതെ താൻ പോരും വിധു. പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോരാൻ സമയത്ത് വസുദേവരെ കണ്ടിങ്ങ് പോരണമെന്ന് ഉള്ളതോർത്ത് മന്ദേതരം. അങ്ങനെ തിരിച്ചു വരാൻ നേരത്ത് കംസന് തിറയെ കൊണ്ട് വസുദേവരെ കൂടെ അവിടെയാണല്ലോ വസുദേവർ, ആ ഭാഗത്താണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് കണ്ടിട്ട് തിരിച്ചു വരാം എന്നും പറഞ്ഞ് അവിടേക്ക് കയറാൻ പോയി. മന്ദേതരം ചാലേ വിളങ്ങിന ശൂരജൻ തന്നെ ചാരു നിലയനാഗ്രാഗതനാകിയ ഗോപാല നാഥനെ കണ്ടു. യദുത്തമൻ ആപിന സംഭ്രമ സ്നേഹാതിദ്രുതം. അങ്ങനെ വസുദേവർ ഈ ഗോപാലനാഥനെ, ഗോപാലനാഥൻ എന്ന് വെച്ചാൽ പശു, ആ ഗോപന്മാരുടെ നാഥനാ, ഇദ്ദേഹമാണ് എൻ്റെ തലവൻ ഈ നന്ദഗോപര്. അതുകൊണ്ട് അദ്ദേഹത്തിനെ യദുത്തമൻ, അതായത് ഈ വസുദേവർ കണ്ട് സംഭ്രമ സ്നേഹ, അയ്യോ ഇതാരാ വന്നിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പാരാതെ ചെന്ന് എതിരേറ്റിങ്ങി കൊണ്ടുപോയെന്ന് ആരാൽ അഴകോട് സൽക്കാരപൂർവകം മോദേന ചെമ്മേ പിടിച്ചിരുത്തി പുനരാദര ഉൾക്കൊണ്ടു താനും ഇരുന്നൂടെ. രണ്ടുപേരും സന്തോഷത്താൽ അവിടെ ഇരുന്നു, പിടിച്ചൊക്കെ ഇരുത്തി എതിരേറ്റ്. പ്രേമവശേന മൃതസ്മിത ഭക്തരായി മാമാവ്രതത്തിങ്കൽ ഇക്കാലമേതുമേ ബാധ കൂടാതെ വസിക്കുന്നിതോ തവ സ്വാധീന ജാതികളെ വരും അന്വഹം ചോദിച്ചു. സന്തോഷത്തോടെ മൃദുസ്മിത ഭക്തരായി സ്നേഹത്തോടെ ചോദിച്ചു, അവിടെ എല്ലാവർക്കും സുഖമാണോ? ബാധ കൂടാതെ ഒരു വിഷമമില്ലാതെ എല്ലാവരും വ്രതത്തിൽ സ്വാധീന ജാതികൾ ഏവരും അവർ എല്ലാവരും സന്തോഷത്തോടെ ഐശ്വര്യമായിട്ട് ഇരിക്കുന്നുണ്ടോ? കാരണം കുഞ്ഞ് ആരുടെ കുഞ്ഞാ? വസുദേവരുടെ കുഞ്ഞാ. പക്ഷെ നന്ദഗോപർക്ക് അറിയത്തില്ല. പക്ഷേ വസുദേവരുടെ ഉള്ളം പിടയ്ക്കുക. കാരണം ദേവി പഴുതിപ്പോയി, മരിച്ചില്ല. ദേവിയാണല്ലോ, വസുദേവർക്കറിയാം, നന്ദഗോപർക്കല്ലേ അറിയാമേതുള്ളൂ. അപ്പോൾ ഈ കണ്ണൻ ആരാ? അതുകൊണ്ട് ചോദിക്കും, വെപ്രാളത്തിൽ ചോദിക്കുന്നു. അവിടെ എല്ലാവരും തന്നെ ചോദിക്കാൻ പറ്റൂ. എൻ്റെ മകനോടുണ്ടെന്ന് പറയാൻ പറ്റുമോ? നന്ദഗോപർ അറിയത്തില്ലയോ? അതുകൊണ്ട് ബാധ കൂടാതെ വസിക്കുന്നതോ തവ സ്വാധീന ജാതികൾ ഏവരും അന്വഹം. കോമളന്മാരായ ബാലകന്മാരും അങ്ങ് ആമഹിനം വളരുന്നതോ സഹേ. അതായത് അത്ര സുന്ദരന്മാരായ ബാലകന്മാർ, അതായത് കുഞ്ഞുകൊണ്ട് അല്പം മൂത്ത ബലരാമനുണ്ട്, 2 കുട്ടികൾ. അവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു. സഹേ ആമേഹീനം, നന്നായി ഇരിക്കുന്നു, വിഷമമില്ലാതിരിക്കുന്നു. ഭഗവാനെ, ആ പിതാവിൻ്റെ ഉള്ളിൽ എന്ത് വേദന പുറമേ കാണിക്കാൻ പറ്റുമോ? കണ്ണൻ കൃഷ്ണനല്ലേ, പറഞ്ഞില്ലേ ഇത് മഹാവിഷ്ണു അല്ലേ, അത് ആരെയും വെട്ടം പൊട്ടിക്കാൻ പറ്റുമോ? കംസൻ അറിഞ്ഞാൽ. അതുകൊണ്ട് എന്നിട്ട് തന്നെ കുട്ടികളെ കൊല്ലാൻ എല്ലായിടവും പോയേക്കുക പൂതന മറ്റ് ആൾക്കാരും. അതുകൊണ്ടാണ് അവിടെ വിഷമമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. കുഞ്ഞുങ്ങൾ എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാണ്.
അതുകൊണ്ട് അവിടെ ആമയഹീനം വിഷമമില്ലാതെ വളരുന്നതോ ബാലകന്മാർ. സഖേ, ഭാഗധേയത്താൽ മഹാഭാഗനായി അനുഭോഗിയായി ഏറ്റം വയോധികനാകിയ കാലം നിനക്കൊരു ബാലനുണ്ടായ അതുമൂലം എനിക്കും സുഖമായതേറ്റവും. ഈ വയസ്സുകാലത്ത് ഒരു കുഞ്ഞ് നിനക്കുള്ളത് കൊണ്ട് എനിക്കും അതുകൊണ്ട് സുഖമാണ്. അങ്ങനെയും ആശ്വസിക്കാമല്ലോ. കാരണം ആ കുട്ടിയെ അവിടെ കൊണ്ട് മറ്റേ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോയി കംസനെ കാണിച്ചു കൊടുത്തു. ഈ കുഞ്ഞിനെ അവിടെ ആയതുകൊണ്ട് അത് രക്ഷപിടിച്ച് അവിടെ ഉണ്ട് ജീവനത്തോടെ ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് ഒരു കുഞ്ഞ് നിനക്ക് അവിടെ ഈ നന്ദഗോപർക്ക് ഉള്ളതുകൊണ്ട് എനിക്കും സുഖമായി തേറ്റു. എനിക്കും ഈ കുഞ്ഞിനെ ഞാൻ ആദ്യം ഭാഗ്യഹീനനാണ്. കാരണം 6 കുഞ്ഞുങ്ങളെയും കംസൻ കൊന്നു. 8ാമത്തെ പൊടി കുഞ്ഞിനെ ചുഴറ്റിയപ്പം വഴുതിപ്പോയെങ്കിലും ഭാഗ്യഹീനനല്ലേ, ഒരു കുഞ്ഞിനെ സ്നേഹിക്കാൻ കിട്ടുന്നില്ലല്ലോ. അവിടെ ഞാൻ അതിഭാഗ്യഹീനൻ പുനരെങ്കിലും നൂനം തവാത്മജൻ എന്മകനെന്ന് മച്ചേതസി സങ്കല്പമാകുന്നതെന്നെല്ലാം പ്രീതിയോടെ വസുദേവർ അങ്ങനെ ചൊല്ലി. എന്താ, അദ്ദേഹത്തിൻ്റെ നന്ദഗോപരുടെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞാണ്. തവാത്മജൻ അങ്ങയുടെ കുഞ്ഞ് എന്മകനെന്ന് എൻ്റെയും കുഞ്ഞാണെന്ന് എൻ്റെ മച്ചേതസി സങ്കല്പമാകുന്നതെന്നെല്ലാം പ്രീതിയോടെ വസുദേവർ ചൊല്ലും വിധു നന്ദനും ആനന്ദം ഉൾക്കൊണ്ട് ചൊല്ലിനാൾ. അത് അങ്ങനെ ഒരാളുടെ അപ്പം അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പം വേറൊരു സന്തോഷം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞാണ്, എനിക്ക് സ്നേഹിക്കണം. കാരണം സ്വന്തം മക്കളെ എല്ലാം കൊന്നും പോയല്ലോ. അപ്പോൾ പിന്നെ അത് സമ്മതിച്ച് കൊടുക്കും ആരായാലും. സ്നേഹിച്ചോട്ടെ, കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ടല്ലയോ എന്ന് കരുതി അദ്ദേഹം ആനന്ദമായിട്ട് സന്തോഷമായിട്ട് പറയുന്നു. നന്നായിരിക്കുന്നത് എല്ലാവരും അന്വഹം, ഇന്നൊരാപത്തുകൾ ഏതും വിശേഷിച്ച് വന്നു കണ്ടില്ല. ഇനി എന്തെന്നതൊക്കെയും ദൈവം അറിഞ്ഞിരിക്കുന്നതോ സർവവും ആവതല്ലല്ലോ നമുക്കറിഞ്ഞിടുവാൻ. നമുക്കൊന്നിനും ആളല്ലല്ലോ, ദൈവത്തിന് കരല്ലേ ഇതെല്ലാം ഇരിക്കുന്നത്. ഇപ്പോഴും വരെ ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ പറയുക നന്ദഗോപര്. നന്നായിരിക്കുന്നത് എല്ലാവരും. ഇതുവരെ ഒരാപത്തുകളും ഇല്ല, വിശേഷിച്ച് വന്ന് കണ്ടില്ല. ഇനി നാളെ എന്താണെന്ന് അറിയില്ലല്ലോ, എന്തൊക്കെയാണ് വരുന്നതെന്ന്. കാരണം ദൈവം അറിഞ്ഞിരിക്കുന്നത് ദൈവത്തിനല്ലേ അറിഞ്ഞിരിക്കുക, സർവ്വം ഭഗവാനല്ലേ അറിയാവൂ. നമുക്കറിയാനാവതല്ലല്ലോ, നമുക്കറിഞ്ഞിടുവാൻ. എല്ലാം വിധിമതമത്രേ വിചാരിക്കൽ ഇല്ല നമ്മാൽ വരുത്താവതൊന്നും ഏതുമേ നമുക്ക് പറ്റുകയില്ല. മനുഷ്യർക്ക് എന്താ വെക്കുന്നത്, എന്തെങ്കിലും പറ്റുമോ? എല്ലാം ഭഗവാന്റെ കയ്യിലല്ലേ. കല്യാണശീലനായുള്ള ഭവാനുടെ വല്ലഭയാകിയ ദേവകൻ തൻ മകൾ പെറ്റുളവാകിയ പൈതങ്ങളെ പുനരറ്റമേ കംസൻ വസിച്ചു കളഞ്ഞതും. ഈ കുട്ടികളെല്ലാം കംസൻ വസിച്ചു കളഞ്ഞു. കാട്ടും കളികൾ സഹിച്ചു കൊള്ളുകയെന്നി വധിച്ചു കളഞ്ഞതും കേട്ടു നടുങ്ങിനേൻ എന്താവത് ഈശ്വരൻ കാട്ടും കളികൾ സഹിച്ചു കൊള്ളുകെന്നിയേ. ഈ കുഞ്ഞുങ്ങളെല്ലാം പെറ്റപ്പോഴേ ഈ പൈതങ്ങളെല്ലാം ഈ കംസൻ വധിച്ചു കളഞ്ഞില്ലേ, അത് ഞാൻ കേട്ടു നടുങ്ങിനേൻ എന്താവത് ഈശ്വരൻ കാട്ടും കളികൾ സഹിച്ചു കൊള്ളുകെന്നിയ ഭഗവാന്റെ കളിയല്ലേ. കേട്ടപ്പോൾ നടുക്കമായിപ്പോൾ എല്ലാത്തിനെയും ഇങ്ങനെ ഓരോന്നിനെ കൊന്നപ്പോൾ നടുങ്ങിപ്പോയി. എന്ത് ചെയ്യാം, ഭഗവാന്റെ കളിയല്ലേ. ഭഗവാന്റെ കളി ആർക്ക് സഹിക്കാനല്ലേ പറ്റൂ. പിന്നെ ഇന്നാളൊരു കന്യകദാനിക വന്നുളവായ അവൾ തന്നെയും മന്നവൻ കൊന്നിടുവാൻ എടുത്തങ്ങ് കൊണ്ടുപോയി ചെന്നു പാറപ്പുറത്തങ്ങ് തല്ലിയിടുവാൻ കോപ്പിട്ടു പാപി ചുഴറ്റെന്ന അളവ് അവൾ മേൽ പോട്ട് പോയതും കേട്ടേനൊരത്ഭുതം. ഇന്നാളൊരു കന്യകയും ഈ കംസൻ ഇതുപോലെ ചെയ്തു. കേട്ടപ്പോൾ എനിക്ക് അതും ഒരു അത്ഭുതമായി. കാരണം കുഞ്ഞ് മേലോട്ട് പോയി വിയത്തെ, അത് ആകാശത്തിൽ നിന്നും കൊണ്ട് ഇതൊക്കെ മേലോട്ട് പോയല്ലോ. അത് കേട്ടപ്പോൾ അതിനേക്കാൾ അത്ഭുതമായി. വാർദ്ധക്യകാലത്തിന് എന്തൊരാശ്രയം ആർത്തി തീർത്തീശ്വരൻ കാത്തുകൊള്ളും ദൃഢം. വയസ്സുകാലത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടോ സ്നേഹിപ്പാൻ. അപ്പോൾ ഇവരുടെ ഈ നന്ദഗോപരുടെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞാന്ന് പറയുന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള ചിന്ത വെച്ചുകൊണ്ടാണ് കൂടെ പറയുന്നത്. പക്ഷെ നന്ദഗോപര് വിചാരിക്കുന്നത് സ്വന്തം മക്കളില്ലാത്തതുകൊണ്ടല്ലയോ എന്ന് കരുതും. ആത്മജ ബന്ധുക്കളായത് സർവ്വലോകാത്മകൻ തന്നുടെ മായാവികൃതികൾ. ഇതെല്ലാം ഭഗവാന്റെ ആത്മജ ബന്ധുക്കളായത് സർവ്വലോകാത്മകൻ തന്നുടെ ഭഗവാന്റെ മായാവികൃതികളാണ്. പാർത്താൽ അനിത്യമത്രേ തുലോമൊക്കെയും പ്രാർത്ഥിച്ചിരിപ്പതു നല്ലതു നിർണയം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് ഇങ്ങനെയൊക്കെ വിഷമങ്ങളുള്ള കാലം, ഇപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓരോ വിഷമങ്ങൾ വരുമ്പോൾ. അന്നത്തെ കാലത്ത് ഭഗവാൻ എന്തെല്ലാം ദുഃഖങ്ങളും ആ മാതാപിതാക്കൾ അനുഭവിച്ചതൊക്കെ ഓർത്താൽ അത് സംഭവം ശരിയല്ലേ. ആ കംസൻ ചെയ്ത സമയത്ത് നമുക്ക് ഇപ്പം മറ്റു രീതിയിൽ നമുക്കൊക്കെ ഓരോ കുടുംബത്തിനും പല രീതിയിലും വെള്ളപ്പൊക്കമായാലും
ഉരുൾപൊട്ടലായാലും അങ്ങനെയെല്ലാം സംഭവിക്കുന്നു. എല്ലാം സഹിച്ചല്ലേ പറ്റൂ. എല്ലാം ഭഗവാന്റെ കളികളല്ലേ. നമ്മൾ എന്ത് ചെയ്യും? എന്ത് വേണം പിന്നെ? പ്രാർത്ഥിച്ചിരിപ്പത് നല്ലത് നിർണയം. അതാ നല്ലത്. അല്ലാതെ നമ്മളാലും ഒന്നും വരുത്തുന്നതല്ല ഭഗവാന്റെ കളി. ഇത് നമ്മൾ ചിന്തിച്ചിട്ട് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിരിപ്പത് നല്ലത് നിർണയം. മേൽക്കുമേൽ ഇന്നും സുതരുളവാകിലും ആക്കമോടിന്നവർ നന്നായി വളരുമോ? നീക്കമൊഴിഞ്ഞു വളർന്നുളവാകിലും കേൾക്കാ പുനരവർ നമ്മെ ഭരിക്കുമോ? ആർക്കറിയാവതീവണ്ണം ഇരിക്കുന്നോരാത്മജന്മാരിൽ മോഹം വളരുന്നതും. ഇങ്ങനെയുള്ള മക്കളിൽ മോഹം വളർന്നിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് അതൊക്കെ നീക്കി കളയണം. നമുക്ക് ഒന്നിനോടും ഭ്രമം വേണ്ട. സ്വന്തം മക്കളാണെന്ന് കരുതി ഒരിക്കലും അങ്ങനെ മോഹം വളരണ്ട. ആർക്കറിയാവതീവണ്ണം ഇരിക്കുന്ന ഒരു ആത്മജന്മാരിൽ മോഹം വളരുന്നത് എന്തിനാ? ഇങ്ങനെയൊക്കെയാണല്ലോ ലോകത്ത്. നമുക്ക് തന്നെ അറിയാമല്ലോ, അന്ന് കംസൻ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് സ്നേഹിക്കാൻ കുഞ്ഞിനങ്ങളെ കിട്ടിയില്ല. ഇന്ന് എത്രമാത്രം കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനുമില്ല, അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളില്ല. ഒറ്റയ്ക്ക് എല്ലാം ഒരു കൂട്ടത്തിലുള്ളതുപോലും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ കണ്ടില്ലേ ഈ ഇതിൽ കൂടെ, മൊബൈലിൽ കൂടെ. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? ഒന്നും മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. ഇതിലൊക്കെ മോഹം വളർത്തണ്ട. എല്ലാം ഈശ്വരൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് കരുതി സഹിക്കുക. എല്ലാം ഇങ്ങനെ വളരെ വളരെ അങ്ങോട്ട് ആർത്തി കൊടുത്ത് സ്നേഹിക്കേണ്ടതാ. മനസ്സ് പോണ്ടാന്ന് പറയുന്നത് ഇത് മഹാത്മാക്കൾ ഇങ്ങനെ പറയുന്നത് എന്താ? ഇതിലൊരു കാരണം ഉള്ളതുകൊണ്ടാണ്. ഇത് എപ്പോഴല്ല മാമ്പൂ കണ്ടും കുഞ്ഞുങ്ങളെ കണ്ടും ആഗ്രഹിച്ച് വേണ്ട എന്ന് പറയാം. എന്താ അത്? അതിനെക്കോണം ദുഃഖമാകുന്നുണ്ടാണ് ഇതൊക്കെ വേണ്ട. നമുക്ക് മമത വേണ്ട, എൻ്റേതെന്നുള്ള മമത വേണ്ട. എല്ലാം സമമായി കാണുക. സർവ്വ കുഞ്ഞുങ്ങളെയും സർവ്വത്തിനെയും ഒന്നായി ഒരേപോലെ കണ്ടാൽ നമുക്ക് ഇത്ര ദുഃഖമില്ല. ഇത് എൻ്റേതെന്നുള്ള മമത കൂടുന്തോറും അത്രത്തോളം ആഘാതം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആർക്കറിയാവത് ഈ വണ്ണം ഇരിക്കുന്നവർ ആത്മജന്മാരിൽ മോഹം വളരുന്നതും നീക്കി. അതൊക്കെ നീക്കണം. നിരന്തരം ആത്മാർപ്പണം ചെയ്ത് പാർക്ക വേണം സമൃദ്ധ്യാശയാ സന്തതം. നമ്മളെപ്പോഴും നിരന്തരം ആത്മാർപ്പണം ചെയ്യണം. ഇതെല്ലാം പരമാത്മയിൽ അർപ്പിക്കണം. ഈശ്വരൻ്റെ കുട്ടികളെ നമ്മളെല്ലാവരും ഭഗവാന്റെ ആണെന്ന് കരുതി നമ്മളെല്ലാം മറ്റെല്ലാ ചിന്തകളും മോഹങ്ങളൊക്കെ നീക്കിയിട്ട് എല്ലാം ഭഗവാൻ അർപ്പിച്ച് പാർക്ക വേണം, ജീവിക്കണം. അപ്പോൾ സമൃദ്ധി ആശയാ സന്തതം വാർത്തകൾ ഇങ്ങനെ വല്ലഭാതീശ്വരനാസ്തയാ ചൊന്ന അത് കേട്ട് ശൂരാത്മജൻ പേർത്തും ചിരിച്ചു ചൊല്ലിനാൻ ഇങ്ങനെ. അതിനെല്ലാം കേട്ടുകൊണ്ട് ശൂരാത്മജൻ എന്ന് വെച്ചാൽ ആരാണ്? വസുദേവര്. പേർത്തും ചിരിച്ചു ചൊല്ലിടാൻ ഇങ്ങനെ. എന്താ പറയുന്നേ? വാത്സല്യമുള്ള ബന്ധുക്കളെ സന്നിധവും, വാത്സല്യമുള്ള സ്നേഹമുള്ള ബന്ധുക്കളെ സന്നിധവും കണ്ടവരോടുള്ള സല്ലാപ സൗഖ്യത്തിനുണ്ടോ സമമൊന്നു ചൊല്ലുവാൻ മറ്റതുകൊണ്ട് തവ ആഗമനത്തിൽ എൻ മാനസത്തണ്ടിൽ വളർന്നത് അത്യാനന്ദം എത്രയും. ഇദ്ദേഹത്തിന് വാത്സല്യമുള്ള ഈ ബന്ധു, അതായത് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞോ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തം കുഞ്ഞ് ഉണ്ട്. അത് നന്ദഗോപയുടെ അടുത്താണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സ്നേഹിക്കാൻ കിട്ടുന്നത്. അപ്പോൾ വാത്സല്യമുള്ള ബന്ധുക്കളെ സന്നിധോ അടുത്ത് കണ്ടവരോടുള്ള സല്ലാപ സൗഖ്യത്തിനുണ്ടോ? ഇത്രയും സന്തോഷം നന്ദഗോപരും വസുദേവരായിട്ട് ഇത്രയും സന്തോഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് ആ സല്ലാപ സൗഖ്യത്തിനുണ്ടോ? അതിന് സമമായി എന്തെങ്കിലും പറയാനുണ്ടോ? അത് മറ്റതുകൊണ്ട് തവ ആഗമനത്തിലൻ മാനസത്തണ്ടിൽ വളർന്നത് അത്യാനന്ദം എത്രയും. പക്ഷേ ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഉള്ളിൽ പേടി. വ്രജത്തിൽ പൂതനെങ്ങനെ ചെന്ന് പറയാൻ പറ്റുമോ നന്ദഗോപുരത്ത്? അഥവാ അവിടെ ചെന്നാൽ എന്നുള്ള അവസ്ഥ? സ്വന്തം കുഞ്ഞവിടെ ഉണ്ട്, ഏത് കുഞ്ഞായാലും. അപ്പോൾ അതുകൊണ്ട് കുണ്ടത ഇന്നേടം ഏവം നമുക്ക് ഇണ്ടൽ ഒഴിഞ്ഞിരിക്കായിരുന്നു സഖേ. നമുക്ക് വിഷമമില്ലായിരുന്നെങ്കിൽ ഇവിടെ സന്തോഷത്തിൽ കുറച്ചു നേരം ഇരുന്ന് ആനന്ദിക്കാമായിരുന്നു. നല്ല സ്നേഹത്തിലാണ് അവർ രണ്ടുപേരും. അപ്പോൾ അത് അല്പസമയം പോലും അവിടെ ഇരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. നന്ദഗോപരോട് പറഞ്ഞു വിടണോ, നന്ദഗോപരെ പറഞ്ഞയക്കാനുള്ള ധൃതി വസുദേവർക്കുണ്ട്. കാരണം കുഞ്ഞിനെ രക്ഷിക്കണ്ടേ, അതിന് മനസ്സിൽ വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ട് കുണ്ടവ എന്നിയെ ഇന്നേടം ഏവം നമുക്ക് ഇണ്ടൽ ഒഴിഞ്ഞിരിക്കായിരുന്നു സഖേ. ഇണ്ടലില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചു നേരം കൂടെ കഴിയാമായിരുന്നു. ഉണ്ടതിനിന്നൊരു ദണ്ഡം വ്രജത്തിന്. അതുകൊണ്ട് അവിടെ ഒരു വിഷമം, ദണ്ഡം വ്രജത്തിന് വരുന്നുണ്ട്. മണ്ടി വിരവോട് പോകാൻ നീ വേണം. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ നന്ദഗോപുരത്ത് പെട്ടെന്ന് തന്നെ വ്രജത്തിലേക്ക് പോവൂ. സന്താപമിങ്ങി വരുത്തുവാനായി പരിബന്ധികൾ വന്ന് നശിച്ചു പോവും. തങ്ങളെ സങ്കടമേതും നമുക്ക് ഭവിക്കയില്ലെങ്കിലുമുണ്ടോ വ്രജത്തിങ്കലിടലും. നമുക്കൊന്നും പറ്റത്തില്ല. എന്നാലും വ്രജത്തിൽ എന്താണ്ട് വിഷമം വരുന്നോ അറിയില്ലല്ലോ.
ബന്ധുക്കൾ ബാലവൃദ്ധാദികൾ സർവരും അന്തികെ നാഥരായ ആരുമില്ല. ആകയാൽ അവിടെ നാഥനായിട്ട് ആരുമില്ലല്ലോ. നന്ദഗോപുരിഞ്ഞ് പോയിരുന്നപ്പോൾ അവിടെ ആരാ ഉള്ളത് അവരെ രക്ഷിക്കാൻ? അത് കുട്ടികളെയും വൃദ്ധാദി അച്ഛനും അമ്മയൊക്കെ വയസ്സെന്നിരിക്കല്ലേ, അവരെയൊക്കെ രക്ഷിക്കാനും നോക്കാനും നാഥരായിട്ട് അവിടെ ആരുമില്ലല്ലോ. അന്തികെ നാഥരായ ആരുമില്ലാകിയാൽ സംഭ്രമിച്ചിടുവോരിങ്ങ് ഭോജേന്ദ്രനും സംഭോഗ ഭാഗവും നൽകിന നീനി സന്തതം ചെന്ന് പാലിക്കാ പുരമ്പുക്ക് സന്തതി ജാലങ്ങളോടുകൂടെ കുലം. അതുകൊണ്ട് സന്തതി കുഞ്ഞുങ്ങളുടെ കൂടെ, ജാലങ്ങൾ വെച്ചാൽ കൂട്ടം, ഒത്തിരി കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ കൂടെ ചെന്ന് അവരെ എപ്പോഴും ചെന്ന് പെട്ടെന്ന് തന്നെ നിന്ന് അവിടെ പാലിക്കുക. അവിടുത്തെ ആ പുരത്തിലേക്ക്, ആ മന്ദിരത്തിലേക്ക് വെക്കം ചെന്ന് അവരെ രക്ഷിക്കൂ. അവിടുത്തെ ചെന്നിരിക്കും. അവിടെ നാഥരായിട്ട് ആരുമില്ലല്ലോ. എന്താ വസുദേവർക്ക് എത്ര വിഷമം? ഈ കംസന്റെ രഹസ്യങ്ങളെല്ലാം വസുദേവർക്കേ അറിയുള്ളൂ. വസുദേവരുടെ കുഞ്ഞാണല്ലോ. ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, അതായത് ആ ഭാഗങ്ങളിലുള്ള ആ സമയത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ മൊത്തവും കൊല്ലാൻ അവർ ദുഷ്ടന്മാരായ കംസഭൃത്യന്മാരും പോയിട്ടുണ്ട്, പൂതനയും പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാന്നുള്ള ചിന്ത വസുദേവർക്കുണ്ട്. അതുകൊണ്ടാണ് നന്ദഗോപരെ പെട്ടെന്ന് തന്നെ സന്തോഷമൊക്കെ അവിടെ വരുത്താൻ പറ്റുന്നില്ല. കുണ്ഠത, വിഷമം വരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകൂ, അവിടെ നാഥരായിട്ട് അവരെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ. വ്രതത്തിൽ വിഷമങ്ങൾ വന്നാൽ അറിയില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടു. നമുക്ക് ബാക്കി അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പ്രാർത്ഥിക്കണം, അതാണ് ഇതിൽ പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുക. നമുക്കതേ വഴിയുള്ളു, വേറൊന്നും നമ്മളെ ഒക്കത്തില്ല. എപ്പോഴും എന്ത് സംഭവിക്കുന്ന ഒരു ലോകമായി തീർന്നിരിക്കുന്നു. അങ്ങേയറ്റമായെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാണല്ലോ, പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ. എല്ലാവരും അതുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുക. ആപത്തെല്ലാം ഒഴിഞ്ഞു പോകണമേ ഭഗവാനേന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊണ്ട് അത് മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.